പ്രിയപ്പെട്ടവരെ, വോട്ടർ പട്ടികയിലെ നിലവിലെ വിവരങ്ങൾ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് തന്നെ എങ്ങനെ തിരുത്താം എന്നാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പലരും ഇപ്പോൾ SIRൻ്റെ പട്ടിക വന്നപ്പോഴാണ് വോട്ടർ പട്ടിക വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും അതിൽ നമ്മുടെ പല വിവരങ്ങളിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇന്ന് പലരും അത് തിരുത്തുന്നതിന് വേണ്ടി ഓൺലൈൻ സെൻറ്ററുകളിലും മറ്റ് സ്ഥലങ്ങളിലും ക്യൂ നിൽക്കുകയും അതിനുവേണ്ടി വളരെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. പലരും അന്വേഷിക്കുന്നുമുണ്ട് എങ്ങനെയാണ് ഇത് തിരുത്തൽ വരുത്തുന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായ ഒരു ട്യൂട്ടോറിയലാണ് ഈ വീഡിയോ. ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് എങ്ങനെ തിരുത്താം എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് നാം അറിയേണ്ടത്, നമുക്ക് വോട്ടർ പട്ടികയിലെ എല്ലാ വിവരങ്ങളും, നമ്മുടെ പേരുൾപ്പെടെ എല്ലാ വിവരങ്ങളും നമുക്ക് രേഖകൾ വെച്ച് നമുക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈനായി ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ നിലവിലെല്ലാം ഭൂരിഭാഗം ആളുകൾക്കും ആധാർ നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആണ്. അല്ലാത്തവർ ഉടനെ തന്നെ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആധാറും അതുപോലെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആധാറിലെ പേരും വോട്ടർ ID പേരും ഒരുപോലെ ആയിരിക്കണം. ഇൻ കേസ് നെയിം കറക്ഷൻ ആണെങ്കിൽ അതിന് പ്രശ്നമില്ല. മറ്റ് കറക്ഷനുകൾക്ക് ആധാറിലെ പേര് ഒരുപോലെ ആയിരിക്കണം. ആധാറിലും ID കാർഡിലെയും പേര് ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ തിരുത്തൽ വരുത്താം. ഇതിൽ നമുക്ക് പേര്, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ്, അതുപോലെ ജെൻഡർ, മെയിൽ ഫീമെയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം. അതുപോലെ നമ്മുടെ റിലേറ്റീവിൻ്റെ പേര്, അതായത് നമ്മൾ ഉപ്പയുടെ ഉമ്മയുടെ പേര് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ടൈപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛൻ എന്നതിന് പകരം പിതാവാണ് കിടക്കുന്നത്, അത് മാറ്റാൻ പറ്റും. അഡ്രസ്സ് മാറ്റാം, മൊബൈൽ നമ്പർ മാറ്റാം, ഫോട്ടോയും മാറ്റാം. ഇത്രയും കാര്യങ്ങൾ ഏതാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റോട് കൂടി ഓൺലൈനായിട്ട് തന്നെ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബ്രൗസറിൽ കയറി voters.eci.gov.in എന്ന വെബ് അഡ്രസ്സിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അതിൽ നമ്മുടെ ഫോം 8 ആണ്. ഫോം 8ലാണ് നമ്മൾ ഇതുപോലെ കറക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ പലരും പറയുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഐഡൻറ്റി കാർഡ് തിരുത്തുകയല്ല ചെയ്യുന്നത്, നമ്മൾ വോട്ടർ പട്ടികയിലെ നമ്മുടെ വിവരങ്ങൾ തിരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തിരുത്തുമ്പോൾ അതോടൊപ്പം നമുക്ക് തിരുത്തിയ ID കാർഡ് പിന്നീട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പ്രവേശിക്കാം. voters.eci.gov.in ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. voters.eci.gov.in. അപ്പോൾ നമ്മൾ ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ആദ്യമായി ഈ സൈറ്റിലേക്ക് കയറണം. ദെൻ ഇതുപോലെയാണ് ഈ സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നേരത്തെ ഓൾറെഡി ഇവിടെ സൈനപ്പ് ചെയ്തവർക്ക് ലോഗിൻ ചെയ്താൽ മതി. അല്ലാത്തവർ ആദ്യം സൈനപ്പ് ചെയ്യണം. ഈ സൈറ്റിൽ സൈനപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ദെൻ കണ്ടിന്യൂ ചെയ്താൽ നമുക്കൊരു OTP വരും. ആ OTP വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യാൻ വേണ്ടി മൊബൈൽ നമ്പർ ടൈപ്പ് കൊടുക്കണം ആദ്യം. ദെൻ ഇവിടെയുള്ള ക്യാപ്ച നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുന്നു. 7Q35 ചെയ്യാം. അപ്പോൾ ദെൻ OTP റിക്വസ്റ്റ് ചെയ്യാം. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നേരത്തെ രജിസ്റ്റർ നമ്പർ 9 OTP നമുക്ക് കിട്ടും. ഈ OTP നമ്മൾ ടൈപ്പ് ചെയ്തു. വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ കറക്ഷനും അതുപോലെ ആഡ് ചെയ്തതും എല്ലാം ഇവിടെ തന്നെയാണത്. നമ്മൾ ന്യൂ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ഫോം 6 എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ NRI ആണ് ഫോം 6, അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെലീഷൻ അതുപോലെ മറ്റ് ഫോമുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് നിലവിലുള്ള എൻട്രീസിൽ നമ്മുടെ പേര്, റിലേറ്റീവിൻ്റെ പേര്, അല്ലെങ്കിൽ റിലേഷൻ ടൈപ്പ്, മറ്റേ ഫോട്ടോ, ഇങ്ങനെ ഒത്തിരി, അതുപോലെ നമ്മൾ കറക്റ്റ് മറ്റ് മാറ്റങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും വരുത്തുന്നത്, അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഫോം 8 ആണ്. സോ നമ്മൾ ഫിൽ ഫോം 8 എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ 2 ഓപ്ഷൻസ് ചോദിക്കും. സെൽഫാണോ, അത് നമ്മുടെ സ്വന്തമാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റ് ഇലക്ടർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ അങ്ങനെ മറ്റ് ഇലക്ടർക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ പിക് നമ്പർ കൊടുത്താൽ മതി. ഞാനിപ്പോൾ സെൽഫ് തന്നെ കാണിക്കുന്നു. അപ്പോൾ ദെൻ സബ്മിറ്റ്, നമ്മുടെ ID കാർഡ് കാണിക്കും. ഞാൻ ID കാർഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ എൻ്റെ പ്രൊഫൈൽ ID കാർഡ് ആഡ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ID കാർഡ് നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ റെഡി ആയിട്ട് വരും. ദെൻ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമ്മുടെ റെസിഡൻസ് ഷിഫ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബൂത്തിനകത്ത് തന്നെ നമുക്ക് അങ്ങോട്ടോട്ടോ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് അധികം ആവശ്യമായിട്ട് വരുന്നില്ല. ദെൻ മറ്റൊന്ന് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടറൽ റോളാണ്. അതായത് നമ്മൾ നിലവിലെ എൻട്രീസിൽ കറക്ഷൻ വരുത്താൻ വേണ്ടി, ഇതാണ് നമുക്ക് കറക്ഷന് വേണ്ടി വേണ്ടത്.
ദെൻ മറ്റൊരു ഓപ്ഷൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് എപ്പിക് കാർഡ് ഉണ്ട്. നമുക്ക് നിലവിലുള്ള കാർഡ് പുതിയ കാർഡ് കിട്ടണമെങ്കിൽ അതുപോലെ കിട്ടണമെങ്കിൽ നമുക്കിവിടെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. അതുപോലെ റിക്വസ്റ്റ് ഫോർ മേക്കിംഗ്, അതായത് PWD എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ വിത്ത് ഡിസബിലിറ്റി ഉള്ളവരത് മാർക്ക് ചെയ്യാൻ ഓപ്ഷനാണ്. സോ ഞാൻ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റൻറ്റ് റോൾ എടുത്തുന്നു, ഓക്കെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതുപോലെ ഫോം ഇവിടെ ജനറേറ്റ് ചെയ്തിരുന്നു. ഫോം 8 വരുന്നു. ഈ ഫോമിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമ്പർ കാണാം, 43 തിരുവാങ്കാടിൻ്റെ മണ്ഡലം. ദെൻ ഇവിടെ നമ്മുടെ പേരും എപ്പിക് നമ്പറും നമ്മൾ നേരത്തെ കൊടുത്ത ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആധാർ ഡീറ്റെയിൽസും അതും മൊബൈൽ നമ്പറും നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഫോം 6ൻ്റെ കണ്ടിന്യൂഷന് വന്ന സംഭവമാണ്. ഫോം 6ൽ കൊടുക്കേണ്ടത്, ഇവിടെ നമ്മൾ അതിൽ കൊടുക്കേണ്ടതില്ല. ഇനി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എന്തിനാണ്? അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞു, കറക്ഷൻ ഓഫ് എൻട്രീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അടുത്ത ഓപ്ഷൻ വരുന്നു, ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പേര്, ജെൻഡർ മാറ്റാം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് മാറ്റാം, റിലേഷൻ ടൈപ്പ്, റിലേറ്റീവ് നെയിം, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഫോട്ടോ, ഇത്രയും കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അതിൽ ഏതൊക്കെ വേണം നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നെയിം കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നെയിം കൊടുക്കാം. അതുപോലെ ജെൻഡർ, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേറ്റീവിൻ്റെ നെയിമാണ് പലർക്കും മാറി കിട്ടുന്നത്, അപ്പോൾ റിലേറ്റീവ് നെയിം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ് മാറുമെങ്കിൽ അത് കൊടുക്കാം. മറ്റെന്താ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓരോന്നും ഇവിടെ ടിക്ക് ചെയ്ത് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ആയി കാലണ്ടറിൽ വന്നിട്ട് നമ്മൾ ഡേറ്റ് ഏതാണ് നമ്മുടെ ഇയർ എങ്കിൽ അതുപോലത്തെ നമ്പർ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത് മാത്രം. നമുക്കിവിടെ ഏതാണ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതിൽ ഇയർ എടുത്ത് സെലക്ട് ചെയ്യാം. ദെൻ റിലേറ്റീവിൻ്റെ നെയിമാണ് നമുക്ക് മറ്റൊന്ന് മാറ്റം എന്ന് പറഞ്ഞത്. റിലേറ്റീവ് മീൻസ് നമ്മുടെ ID കാർഡിൽ നമ്മുടെ ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ മദറിൻ്റെ പേര് വന്നിട്ടുണ്ടല്ലോ, അതാണ് റിലേറ്റീവ് നെയിം. ആ റിലേറ്റീവ് നെയിം നമുക്ക് മാറ്റമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുന്നു മുഹമ്മദ്, ഒരു സർനെയിം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇനി ഇവിടെ എസ് എന്ന് ചോദിക്കുന്നു, പ്രൊസീഡ് ചെയ്യാമെന്ന് ചോദിക്കുന്നതാണ്, എസ് കൊടുത്താൽ മതി. ദെൻ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഇവിടെ മലയാളത്തിൽ നെയിം വരും, ഇല്ലെങ്കിൽ നമുക്ക് ഈ കീബോർഡ് പോയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് സെലക്ട് നമ്മുടെ ഇതിൻ്റെ പ്രൂഫ്, ഇതിൻ്റെ സപ്പോർട്ടിങ് ആയിട്ടുള്ള പ്രൂഫ് എന്താ കൊടുക്കണം. അതായത് നമ്മൾ ആ 2 കറക്ഷനെ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കറക്ഷനാണ്, അതിൻ്റെ ഡോക്യുമെൻ്റ് നമുക്ക് എന്താ വേണ്ടത്. നമ്മൾ സാധാരണ കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ SLC ബുക്ക് അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ വെച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ഇതിന് ഫയൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാം. ഇതിന് ഏതാണ് ഫയൽ, നമ്മൾ ആ ഫയൽ നമ്മളോട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നമ്മൾ സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിരിക്കണം, അത് ഇവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലാൻഡ് രജിസ്റ്റർ ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ് എന്ന സംഭവം വേറൊരു ഫയൽ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് സെലക്ട് ദ ഡോക്യുമെൻറ്റ് ഫോർ ദ റിലേഷൻ നെയിം. നമ്മുടെ ഫാദറിൻ്റെ നെയിം കറക്റ്റ് നമ്മൾ പറഞ്ഞെങ്കിൽ നമ്മുടെ പേരും ഫാദറിൻ്റെ നെയിമുള്ള SLC ബുക്ക്, പാസ്പോർട്ട് പോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ക്ലാസ് 10 ഞാൻ കൊടുക്കുന്നു, അത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ സിസ്റ്റത്തിൽ കറക്റ്റ് ചെയ്ത് ഏതാ ഫയലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് വരും. ഇതോടുകൂടി നമ്മുടെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇത് ഡിക്ലറേഷൻ ആണ്, ഞാൻ ഡിക്ലെയർ ചെയ്യാൻ ഈ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് വേറെ ആക്ഷൻ ഉണ്ടാവുന്നൊക്കെ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ ഒരു പ്രസ്താവനയാണ്. ദെൻ പ്ലേസ് നമ്മൾ എവിടെയാണ് നമ്മൾ പ്ലേസ് കൊടുക്കുന്നു, ഞാൻ അവിടെ കോട്ടക്കൽ. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ സബ്മിഷനാണ് വരുന്നത്. സബ്മിഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു നമ്മുടെ ക്യാപ്ച കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം, നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാത്ത ഒരു ഫിസിക്കൽ ഫോം പോലെ നമുക്ക് കാണാൻ പറ്റും. ഫോമിൽ ഞാൻ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ മുകളിൽ വന്നിട്ടുണ്ട്, എൻ്റെ എപ്പിക് നമ്പർ പേരൂടെ കാണാം. ദെൻ ഈ ആധാർ ഡീറ്റെയിൽസ് വേണമെന്നില്ല. ദെൻ നമ്മൾ എന്തിനൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ കൊടുത്തത് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ഈ സബ്മിറ്റ് ചെയ്ത് നമ്മൾ കറക്ഷന് വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്തത്. ദെൻ ഇതൊക്കെ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് അത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, അതാണ് കറക്റ്റ്, അതിലാണ് ടിക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തത് റിലേഷൻ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അതിന് ഞാൻ റിലേഷൻ്റെ നെയിം കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നെങ്കിൽ 3ാമത്തെ ഓപ്ഷനുള്ളൂ, 4ാമത്തെ ഓപ്ഷനിലേക്ക് അപ്പോഴേ ടിക്ക് വരുന്നുള്ളൂ, നമുക്ക് ആവശ്യമില്ലാതെ. ദെൻ ഇതിൻ്റെ നമ്മുടെ ഡിക്ലറേഷൻ വന്നു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇ-സൈൻ ആൻഡ് സബ്മിറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ-സൈൻ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ഫോമൊക്കെ ഇ-സൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇ-സൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ഇ-സൈൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം. ദെൻ നമ്മൾ ആധാർ OTP ഓൾറെഡി ടിക്കറ്റ് ആണ്. ദെൻ ഗെറ്റ് OTP എന്ന് കൊടുക്കുന്നു. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നു. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഡിക്ലറേഷൻ ഇവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ദെൻ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്മിഷൻ കംപ്ലീറ്റ് ആയി.